UK-യിൽ 14 വർഷത്തെ കൺസർവേറ്റീവ് പാർട്ടിയുടെ ഭരണത്തിന് അന്ത്യം കുറിച്ചിരിക്കുകയാണ് കെയർ സ്റ്റാമർ എന്ന 61-കാരൻ. മനുഷ്യാവകാശ പ്രവർത്തകൻ, അഭിഭാഷകൻ എന്നീ നിലയിൽ പ്രവർത്തിച്ചിരുന്ന കെയറിന് ദീർഘകാല രാഷ്ട്രീയ പ്രവർത്തന പരിചയവുമുണ്ട്. സുനക്കിനും സംഘത്തിനും പിഴച്ചത് എവിടെയാണ്? തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യാൻ നമുക്കൊപ്പം ചേരുന്നു ബ്രിട്ടനിൽ നിന്ന് മെബിൻ കെ ജോസ്. മെബിൻ, ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം. ഗുഡ് ഈവനിങ് സിജ. ഗുഡ് ഈവനിങ് മെബിൻ. എൻ്റെ അടുത്ത സുഹൃത്ത് നൗഫലിൻ്റെയും ഒപ്പം ജിതിൻ്റെയും അടുത്ത സുഹൃത്താണ്. അപ്പോൾ നമ്മളും അടുത്ത സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താമെന്ന് തോന്നുന്നു. മെബിൻ, നാട്ടിലെ തെരഞ്ഞെടുപ്പൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് ബ്രിട്ടനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വോട്ട് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകാതെ അവിടെ നിന്ന് പോരാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു എന്ന് കേട്ടു. നേരാണോ? വോട്ട് ചെയ്തു. ഇന്നലെ തന്നെ വോട്ട് ചെയ്തു. ഇന്നലെ വൈകുന്നേരം 5 മണിയോടുകൂടി വൈകുന്നേരത്തേക്കാണ് വോട്ട് ചെയ്തത്. ജോലി കഴിഞ്ഞ് വന്ന ശേഷമാണ് വോട്ട് ചെയ്യാൻ പോയത്. രാവിലെ 7 മണി തൊട്ട് രാത്രി 10 മണി വരെ വോട്ടിംഗ് സമയമുണ്ട് ഇവിടെ. അപ്പോൾ ആ സമയത്ത് വൈകുന്നേരം 5 മണിക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വോട്ട് ചെയ്തു. അതിനുശേഷം രാത്രിയിലേക്ക് വോട്ട് കൗണ്ടിങ്ങും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുലർച്ചയായപ്പോഴത്തേക്കും റിസൾട്ട് വന്നു. ലേബർ പാർട്ടി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. മെബിൻ, ഏത് മണ്ഡലത്തിലായിരുന്നു വോട്ട്? എനിക്ക് വിറാൽ വെസ്റ്റ് ആണ്, നിയർ ലിവർപൂൾ ആണ്. വിറാൽ വെസ്റ്റിലായിരുന്നു വോട്ട്. ഇവിടെയും ലേബർ പാർട്ടി തന്നെയാണ് വിജയിച്ചത്. മാത്യു പാട്രിക് എന്ന ആളാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. നേരത്തെ മാധ്യമപ്രവർത്തകനായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ സുഹൃത്താണ് എന്നുള്ളത് പ്രേക്ഷകരോട് പറഞ്ഞത്. മെബിൻ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടി ആയിരിക്കും വിജയിക്കുക എന്നുള്ളത് ഏറെക്കുറെയൊക്കെ നമുക്ക് ഉറപ്പായിരിക്കും. അല്ലെങ്കിൽ എക്സിറ്റ് പോളുകളൊക്കെ വരുമ്പോൾ നമ്മളും നമ്മുടേതായ ചില കണക്കുകൂട്ടലുകളൊക്കെ നടത്തുമല്ലോ. മെബിൻ്റെ ഒരു കണക്കുകൂട്ടൽ എങ്ങനെയായിരുന്നു? എവിടെയാണ് ഋഷി സുനക്കിന് അടിതെറ്റുമെന്ന് മെബിൻ ഉറപ്പിച്ചത്? പൊതുവെ ഇവിടെയുള്ള ആളുകളുമായൊക്കെ സംസാരിക്കുമ്പോഴും എല്ലാവരും തന്നെ ലേബർ പാർട്ടിയുടെ വിജയം തന്നെയായിരുന്നു പറഞ്ഞത്. ഇവിടുത്തെ ചാനലുകളിലെ ചർച്ചകളിലാണെങ്കിലും പൊതുവിടങ്ങളിലാണെങ്കിലും എല്ലാവരും ലേബർ പാർട്ടിക്ക് തന്നെയാണ് മുൻകൈ പറഞ്ഞിരുന്നത്. കാരണം വളരെ കുറെ കാലങ്ങളായി 14 വർഷത്തോളം തുടർന്നു വരുന്ന ആ ഒരു ഭരണത്തിൽ ജനങ്ങൾ പൊതുവെ അസ്വസ്ഥരായിരുന്നു. ഒരു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മൂന്ന് പ്രധാനമന്ത്രിമാർ മാറി വരുന്നു. അവരുടെ പോളിസിയിലുണ്ടാകുന്ന ജനങ്ങൾക്ക് താല്പര്യക്കുറവ് എല്ലാം ഈ വോട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ഇവിടെ പണപ്പെരുപ്പം, അതുപോലെ തന്നെ വിലക്കയറ്റം, വീടുകളുടെ വില ഉയരുന്നു, പലിശ നിരക്ക് ഉയരുന്നു. ഇതെല്ലാം ആൾക്കാരെ ഒരുപാട് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ലേബർ പാർട്ടിക്ക് തീർച്ചയായും ഇവിടെ വൻ വിജയത്തിന് സാധ്യത നേടിയത്. അത് തന്നെയാണ് ഞാനും മനസ്സിലാക്കിയിരിക്കുന്നത്. മെബിൻ, തെരഞ്ഞെടുപ്പ് വിശേഷം മാത്രമല്ലല്ലോ, സ്വന്തമായ ഒരു വിശേഷം കൂടിയുണ്ട്. ഒരു കുഞ്ഞുവാവ എത്തിയിട്ടും അതിനുപോലും നാട്ടിൽ വരാതെ ഈ തെരഞ്ഞെടുപ്പിനായി നിൽക്കുകയായിരുന്നു എന്ന് കേട്ടു. നേരാണോ? സൗമേഷും വിനേഷും നൗഫലും ഒക്കെ അങ്ങനെയാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. ഇല്ല, കുഞ്ഞുവാവ ഉണ്ടായിട്ട് ഇപ്പം 45 ദിവസം ആയതേ ഉള്ളൂ. പാസ്പോർട്ടൊക്കെ ആയതിനു ശേഷം വേണം നാട്ടിലേക്ക് വരാൻ. അതിനുവേണ്ടിയുള്ള ഒരു താമസമാണ്. അതിനുശേഷം തീർച്ചയായും നാട്ടിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നാട്ടിൽ വരുമ്പോൾ കാണാം മെബിൻ. അവിടെ ഉഷാറാവട്ടെ കാര്യങ്ങളൊക്കെ. കൂടുതൽ വിശകലനങ്ങൾക്കായൊക്കെ ഇടയ്ക്കൊക്കെ നമുക്കൊപ്പം ചേരണം. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ കെയർ സ്ട്രീമർ അല്പസമയം തന്നെ രാജ്യത്തെ അഭിസംബോധന ചെയ്യും. രാജാവിനെ കണ്ട് അദ്ദേഹം ബക്കിംഗ്ഹാം പാലസിൽ നിന്നും ഡൗണിംഗ് സ്ട്രീറ്റിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയായി അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരെ പങ്കുവച്ചിരിക്കുകയാണ്. വൺസ് എ ജേർണലിസ്റ്റ് ഓൾവേസ് എ ജേർണലിസ്റ്റ് എന്നാണ്. അപ്പോൾ താങ്ക് യു മെബിൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. മെബിനാണ് നമുക്കൊപ്പം ചേർന്നത്. നേരത്തെ ജേർണലിസ്റ്റ് ആയിരുന്നു മെബിൻ കെ ജോസ്. അതാണ് ഞാൻ പ്രേക്ഷകരോട് പരിചയപ്പെടുത്തുന്നത്. മെബിൻ ഭാര്യ അലീന, ഒപ്പം ഒരു കുഞ്ഞുവാവ് ഇപ്പോൾ 45 ദിവസമായിട്ടേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞിനെ കാണാൻ പോലും നാട്ടിലേക്ക് എത്തിയിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്ത് ഇങ്ങനെ ഫലമറിഞ്ഞ് ഓരോ അപ്ഡേറ്റും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടാണ് ഋഷി സുനക്കിന്റെ കൺസർവേറ്റീവ് പാർട്ടി ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നത്. ഒരു വ്യാഴവട്ടത്തിലേറെ പ്രതിപക്ഷത്തിരുന്ന ലേബർ പാർട്ടി വൻ വിജയം നേടിയപ്പോൾ തോൽവിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുകയാണ് ഋഷി സുനക്.